ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി നോക്കാം. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വേണം. ഒരു ചെറിയ സവാള ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി മുറിച്ച് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഈ കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഇത് നിരപ്പ് നിൽക്കുന്ന രീതിക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്ന വരെ ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവി പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ആവിയൊക്കെ പോയി ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ കറി വേണ്ടത് അതനുസരിച്ചിട്ട് ഉടച്ചു കൊടുക്കുക. ഇടയ്ക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടാണ് ഞാൻ ഉടച്ചു കൊടുത്തിരിക്കുന്നത്. മുഴുവൻ പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല. ഈ സമയത്ത് നോക്കിയിട്ട് ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കറിക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവൽ തയ്യാറാക്കണം. പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്ന സമയത്ത് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വറവൽ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.